ചക്ക മുളക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചക്ക മുറിക്കണ പാട് മാത്രമേ ഉള്ളൂ. ചക്ക ഇതുപോലെ മുറിച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. ചക്ക നമ്മൾ വേവിക്കാൻ വെച്ചു. ഇനി തേങ്ങ ജീരകം ചേർത്തൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം. ഇത്രയും മതി. ഇതെന്തിനാണെന്ന് വെച്ചാൽ കടുകിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും ജീരകവും കൂടി വറുക്കാം. വറുത്ത ടേസ്റ്റ് ഉണ്ടാവും, പച്ചക്കരച്ച ടേസ്റ്റ് ഉണ്ടാവും. ചിലർ തേങ്ങ ഫുള്ളിങ്ങനെ വറുത്തിട്ട് അരച്ച് ചേർത്തിട്ടാണ് ആക്കുന്നത്. ഞാനിങ്ങനെ ആക്കണം. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ആ വറുക്കാൻ എടുത്ത് വെച്ച തേങ്ങയുടെ ബാക്കി നമുക്കിങ്ങനെ അരച്ച് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ആവി വരുന്നതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് തേങ്ങയുടെയൊക്കെ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറണ വരെ ഒന്ന് തിളപ്പിക്കാം. അതിലേക്ക് ഇനി നമുക്ക് കടുക് വറുത്തിടാം. ആവശ്യത്തിന് കടുക്, മുളക്, കരിവേപ്പില. തന്നെ വീഡിയോ എടുക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് വെള്ളം ചേർക്കാണ്ട് നേരത്തെ ആദ്യം അരച്ച തേങ്ങയിടുക. വറുത്ത തേങ്ങയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ചക്ക മുറിക്കേണ്ട ഒരു താമസമുള്ളൂ, പെട്ടെന്ന് ആക്കാൻ പറ്റുമെന്നൊക്കെ അറിയാം. ഇത് ചക്കയ്ക്ക് വരും കായും ചേനയും മത്തങ്ങയും പരിപ്പും അങ്ങനെയൊക്കെ ആക്കാം. ചക്ക മുളക്, ചക്ക എലിശ്ശേരി, അങ്ങനെ രണ്ടും പറയാം. തേങ്ങ വറുത്ത് നല്ല മണം വരുന്നുണ്ട്. കുറച്ച് കളറിന് ഇതിൽ ഇത്തിരി കാശ്മീരി ചില്ലി ചേർത്ത്. നമ്മൾ ചക്ക വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പിട്ടാണ് ചക്ക വേവിച്ചത്. നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇവിടെ അധികം എരിവ് വേണ്ട. എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എരിവൊക്കെ ചേർക്കാം. നമ്മുടെ വറവ് റെഡിയായി. ഇത് കറിയിലേക്ക് വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ചിലർ കുറച്ച് ശർക്കരയും കൂടി ചേർക്കും. ഇത് പച്ചച്ചക്കയാണ്, വേണമെങ്കിൽ കുറച്ച് വെല്ലം അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. നമ്മുടെ ചക്ക എലിശ്ശേരി അല്ലെങ്കിൽ ചക്ക മുളക് റെഡി.